ഫ്രണ്ട്സ്, ഒരാഴ്ച ആയിട്ട് നിർത്താതെ പെയ്ത മഴയ്ക്ക് 2 ദിവസമായിട്ട് ചെറിയൊരു ശമനം ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ നോക്കാമെന്ന് വെച്ച് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല കേട്ടോ മഴ കാരണം. പിന്നെ നമുക്ക് ഒഴിവുണ്ടാവില്ല, ചെറിയൊരു ഗ്യാപ്പല്ലേ കിട്ടുള്ളൂ. ജോലിക്ക് പോയി വരുന്ന ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ ചെടിയൊക്കെ നോക്കാറ്. പിന്നെ ഈ ചെറിയൊരു ഗ്യാപ്പിൽ ഇറങ്ങിയതാണ്. അതേപോലെ നിങ്ങളെല്ലാവരും ഓക്കെ എന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ കയറുന്ന പ്രശ്നം ഉണ്ടാവില്ലേ. ഇവിടെ വെള്ളമൊന്നും കയറാറില്ല, പക്ഷേ ഇങ്ങനെ നിർത്താതെ മഴ പെയ്താൽ ചെടിയൊക്കെ ചീഞ്ഞു പോകുമല്ലോ. അങ്ങനെ നമ്മൾ കുറേ അടുക്കളത്തോട്ടത്തിലുള്ള കുറേ ചെടികൾ നഷ്ടമായിട്ടോ. അങ്ങനെ ഇന്ന് സൺഡേ ആയപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം, ബാക്കിയുള്ള ചെടികളൊക്കെ ഒന്ന് കെട്ടിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. വെണ്ട ചെടിയൊക്കെ താഴെ വീണിട്ടുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാത്ത കാരണം എല്ലാത്തിലും വെണ്ടയും പച്ചമുളകും എല്ലാം കഴിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കായ്കളൊക്കെ പറിച്ചെടുക്കാം. ഇതാണ് കേട്ടോ നമ്മൾ വെണ്ടച്ചെടീൻ്റെ അവസ്ഥ. ഒരില പോലും ശരിക്കില്ല, ഒക്കെ മഴ പെയ്തിട്ട് കീറിപ്പോയിട്ടുണ്ട്. പിന്നെ എന്നാണെങ്കിൽ ഇല ചുരുട്ടിപ്പുഴുവിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. വെണ്ടയൊക്കെ പറിക്കാതെ മൂത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കത്രിക എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എത്ര പൊട്ടിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ആ ചെടികളൊക്കെ ഇങ്ങനെയാണ്, പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പറമ്പിലാകെ. ബാക്കിയുള്ള ചെടികളൊക്കെ ഇതിൻ്റെ അവസ്ഥ ഇതേ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. വെണ്ടേൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്, എല്ലാം വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് എന്നെക്കാൾ ഹൈറ്റിലാട്ടോ, ഡബിൾ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇത് വരയ്ക്കണമെങ്കിൽ ഏണി തന്നെ വേണ്ടി വരും. ജസ്റ്റ് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കത്രിക കൊണ്ടുവന്ന്. ബാക്കി ചെടികളൊക്കെ ഇതേ സെയിം അവസ്ഥ തന്നെയാണ്. നമ്മൾ പാവൽ വള്ളിച്ചെടികൾക്കാണ് കേട്ടോ കൂടുതലായിട്ട് ബാധിച്ച്. പാവലിൻ്റെയും പടവലത്തിൻ്റെയും ഒന്നും അവസ്ഥ പറയണ്ട, ഒരു ഇല പോലും ഇല്ല. കായ്കളാണെങ്കിൽ മൊത്തം ചീഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ജസ്റ്റ് അങ്ങനെ വെണ്ടൊക്കെ നല്ല വലിപ്പമുണ്ടായിരുന്നു, നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് പാവൽ കാണിച്ചു തരാം. പാവൽ കണ്ടോ, 2-3 എണ്ണ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. എത്ര ദിവസം ഇങ്ങനെ നിൽക്കുമെന്ന് അറിയില്ല, ഇനി മഞ്ഞ കളറായി പോകുമെന്നറിയില്ല. ഒരു വലിയ പാവൽ മൊത്തമായിട്ട് കേടായിട്ടോ. ഇതിനൊന്നും ഇല തന്നെ ഇല്ല, ഒക്കെ മഴത്ത് ഇങ്ങനെ കീറി പോയിട്ടുണ്ട്. പോരാത്തതിന് ഫുള്ള് ചീഞ്ഞ് വള്ളിയൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലുണ്ടാവുമെന്ന് അറിയില്ല. ഇനിയിപ്പം വെയിൽ അറക്കുന്നുണ്ട്, അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ റെഡി ആവാമായിരിക്കും ചിലപ്പോൾ. കുറേ വള്ളികളൊക്കെ ചീഞ്ഞ് പോയി. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് നല്ലത് നോക്കി പൊട്ടിച്ചെടുക്കാം, ബാക്കിയെല്ലാം കളഞ്ഞ് ഒഴിവാക്കാം. പിന്നെ ജസ്റ്റ് വള്ളി കട്ട് ചെയ്യുന്നില്ല. 2 ദിവസം കൂടി നോക്കിയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്നോട്ടെ. എല്ലാം നന്നായിട്ട് ഇലയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിർത്താം. കണ്ടോ വെണ്ടേൻ്റെ അവസ്ഥയാണിത്, ഫുള്ള് കോല് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കണം അതിനെല്ലാം. പാവലാണെങ്കിൽ ഇതാ ഒരു കുഞ്ഞു പ്രാണി വന്നിട്ടുണ്ട്. ഈ പ്രാണിയാണ് മെയിൻ ശല്യം കേട്ടോ. ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ഇലയൊക്കെ തിന്ന് പൂവൊക്കെ തിന്ന് ഫുള്ള് നശിപ്പിച്ചിടും. നമുക്കിനി കൂടുതലായിട്ട് മഴ ബാധിക്കാത്തൊരു ചെടിയുള്ളത് ഇതാണ് കേട്ടോ. ഇതിന് അങ്ങനെ ബാധിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കായകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ പൂവും ഇലകൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. വഴുതന ചെടിക്ക് അല്ലെങ്കിലും ലൈഫ് ടൈം കൂടുതലുണ്ടല്ലോ അല്ലേ. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് നീളത്തിലുള്ളതുകൊണ്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ളതുകൊണ്ട് കേട്ടോ. നീളത്തിലുള്ളത് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്, റൗണ്ട് കുറച്ച് ഇതാണ്. പപ്പായ ചെടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 പപ്പായ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിലുള്ളതിൻ്റെ കാര്യം പോക്കാണ്, അത് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇലയൊക്കെ മഞ്ഞ കളറായിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളും വാടിയിട്ടുണ്ട്. ഇനി വെയിലറിച്ചാൽ റെഡി ആവുമെന്ന് അറിയില്ല. വേരൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട്. ഈ മേലെ കാണുന്നത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഈ കാണുന്ന പന്തൽ എന്താണെന്ന് മനസ്സിലായോ, പാവലിൻ്റെ പന്തലായിരുന്നു, പടവലത്തിൻ്റെ പന്തലായിരുന്നു കേട്ടോ. സോറി, പടവലം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എല്ലാം മഴ പെയ്ത് മഴയത്താണ് ഇതെല്ലാം റെഡി ആയത്. നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, നമ്മൾ നട്ട ടൈം കുറച്ചുകൂടെ മുന്നേ നടണമായിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല മഴ പിടിക്കുന്ന സമയത്തേക്കാണ് നമ്മൾ നട്ടത്. അതായിരിക്കണം, എല്ലാം നല്ല വലുപ്പത്തിൽ വരും, പെട്ടെന്ന് കുത്തുവരിക, ചീഞ്ഞു പോവുക. ഇത് കണ്ടില്ലേ, ഇതേ സൈസിൽ ഇതിനേക്കാൾ നല്ല സൈസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തം കേട് വന്നു പോയി. താഴത്തെ ചെടീൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാം തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ വള്ളിച്ചെടികൾ മേലുണ്ട് കേട്ടോ. മത്തന്, അതേപോലെ പടവലം, പിന്നെ താഴത്തുനിന്ന് എടുത്ത വള്ളികളാണ്. താഴത്തുനിന്ന് നമ്മളിങ്ങനെ മേലേക്ക് പടത്തി വിട്ട വള്ളികളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വേരും താഴെ തന്നെയാണ്. കണ്ടു, മത്തനൊന്നും വലിയ കുഴപ്പം സംഭവിച്ചില്ല, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. 1-2 കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് നോക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല, നല്ല വഴുക്കലാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്, പറിക്കാനായിട്ടില്ല, ഒന്നുകൂടെ മൂക്കണം എന്ന് തോന്നുന്നു. കണ്ടു, പടവലത്തിൻ്റെ കഥയാണിത്. പടവല താഴേന്ന് വന്നതാണ്. ഇഷ്ടംപോലെ കായുണ്ട്, പക്ഷെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് കേട്ടോ. ഇതിന് വലിയ കുഴപ്പമില്ല, ബാക്കിയെല്ലാം ചെറുതുമാണ്. മഴ വന്നിട്ട് ആകെ ചീഞ്ഞൊരവസ്ഥ കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങളവിടെയൊക്കെ ഇതായിരിക്കില്ല സ്ഥിതി, ചെടികളുള്ള വീട്ടിലൊക്കെ ഇതായിരിക്കും തോന്നുന്നു. മഴയല്ലേ, നല്ല മഴയാണ്. ഈ ടെറസിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ മുട്ടി നിന്ന വള്ളികളൊക്കെ ചീഞ്ഞു പോയിട്ട്, ഒരു വള്ളി തന്നെ ഒരുപാട് കായ്കളുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല വേദന ഉണ്ട് കേട്ടോ. നമ്മൾ നനച്ച് ഉണ്ടാക്കിയിട്ട് ഒരു മഴ കൊണ്ട് ഫുള്ള് നശിച്ചു പോയില്ലേ. എന്നാലും കുഴപ്പമില്ല, അപ്പോൾ ഏതായാലും ഓക്കെ ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം റെഡിയായി വരുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മത്തനൊന്നും വലിയ പ്രശ്നമില്ല, മത്തനക്കും ഇളവനക്കും വലിയ പ്രശ്നമില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഒരു ഇളവൻ ഉണ്ടായിട്ടുണ്ട്, ആദ്യമായിട്ട് ഉണ്ടാവാം കേട്ടോ. ഇതല്ല, മത്തനല്ല, കുറച്ച് അപ്പുറത്തായിട്ട് മാറിയിട്ട് ഒരു ഇളവൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ടെറസിലൂടെ നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. വഴുക്കൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നിർത്താതെ വയൽ വന്നതാണ്. ഈ വള്ളിയിലാട്ടോ ആദ്യമായിട്ട് ഉണ്ടായത്. ഒരു കുഞ്ഞു കായ പിടിച്ച് വരുന്നുണ്ട്, ഇത് പിടിക്കുമെന്ന് അറിയില്ല. തൊട്ടപ്പുറത്ത് തന്നെ നല്ല സുന്ദരമായൊരു കായ കിടക്കുന്നുണ്ട് കേട്ടോ.
കുഴപ്പമില്ലാത്ത രീതിയിൽ സൈസൊക്കെ വെച്ചിട്ടുണ്ട്. മഴ മാറിയാൽ നന്നായിട്ട് വലുതാവുമെന്ന് വിചാരിക്കണം. പിന്നെ ഇതാ ഈ വള്ളീൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല വഴുക്കൽ കാരണമായി. ഒരുപാട് ചെടികൾ നട്ടിരുന്നു, പക്ഷേ കുറേ എണ്ണം ഈ മഴ കാരണം പോയിട്ടോ. ഇനി ബാക്കി ഇവരൊക്കെ തന്നെ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കാര്യം ഇനി മഴ ഇതേപോലെ തുടരുകയാണെങ്കിൽ ഒക്കെ നശിച്ചു പോകും. അല്ല ഇന്നലത്തെയും മിനിയാന്നത്തൊക്കെ പോലെ കുറച്ചൊരു വിട്ടാണെങ്കിൽ നമുക്കിതെല്ലാം കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി മഴയൊക്കെ കണ്ട് കുറേ ആൾക്കാർ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. മഴ കണ്ട് നല്ല ആസ്വദിച്ച് നിൽക്കുകയാണ്. ഞാൻ ഈ ഇവിടെ നട്ട് പുറത്തേക്ക് വെക്കാൻ വേണ്ടി നട്ടതാണ്, പക്ഷേ ഒഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിവിടെ തന്നെ ആയി. പിന്നെ വലുതായപ്പോൾ എനിക്ക് ആകെ ചടച്ചു പോയി, അതൊരു ഉഷാറില്ല. എന്നാൽ പിന്നെ അവിടെ തന്നെ നിന്നോട്ടെ എന്നായി. ഇവരിങ്ങനെ മഴ കണ്ട് ആസ്വദിച്ച് നിൽക്കുക കേട്ടോ. പിന്നെ ഈ പുറത്തുള്ളതൊക്കെ പോയാൽ ഇവരെ നമുക്ക് മെല്ലെ പുറത്തേക്ക് ഇറക്കി ഒന്ന് ഉഷാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ കണ്ടോ മത്തനൊക്കെ കുത്തിയിട്ടുണ്ട്, ഒരു വല്ലാത്ത പ്രാണിശല്യമാണ് കേട്ടോ. ഇനി ഇതിനെവിടെ ഇങ്ങനെ നിർത്തിയിട്ട് വലിയ കാര്യമൊന്നും തോന്നില്ല. പിന്നെ ജസ്റ്റ് പറിച്ചെടുക്കുന്നുണ്ട്. ഇതിന് കേടൊന്നും സംഭവിച്ചിട്ടില്ല, ഇല എന്തോ ചീഞ്ഞതാണ്. നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്ത് നോക്കാം, നല്ലതാണെങ്കിൽ എടുക്കാമല്ലോ. തക്കാളി ചെടിയാണ്, ഒറ്റ കായും പിടിച്ചിട്ടില്ല, പൂവൊക്കെ കൊഴിഞ്ഞു പോവാണ്. നല്ല തുള്ളികൾ, നല്ല സ്ട്രോങ് ഉള്ള തുള്ളിയാണല്ലോ മഴ. അതുകൊണ്ട് ഈ കായൊക്കെ ഇങ്ങനെ പൊട്ടി താഴെ വീണെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ കൊലകളൊക്കെ തക്കാളീൻ്റെ കുഞ്ഞ് എവിടെ നോക്കിയാലും എല്ലാ ഫ്ലേവറിലും ഈ പ്രാണിയാണ് കേട്ടോ. ഇതിങ്ങനെ ഇതിൻ്റെ പൂവും ഇലകളൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ എത്ര ഓടിച്ചാലും പോവില്ല, എത്ര പിടിച്ച് ഒഴിവാക്കിയാലും കൊന്നാലും ഒന്നും പോകില്ല കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാവും, വല്ലാത്ത ശല്യമാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്തെടുത്ത് നോക്കാം, നന്നാവുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. പറ്റുക നല്ലതാണെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ താഴത്തുനിന്ന് 1-2 ചെറുതും കൂടെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല, വളരെയൊന്നുമില്ല, ആകെ ഒരു കുരുണ്ടിച്ച അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എത്രേ ഉള്ളൂ, ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്